ഹായ് ഹലോ ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഒരു കാര്യം പറയട്ടെ, രാവിലെ നമ്മൾ ടാറോ കാർഡ് റീഡിങ് ചെയ്തിരുന്നു. അത് കൂടുതൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് നോക്കിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജി 2 കാർഡ്സിൽ അവസാനിപ്പിച്ചു. നമ്മൾ മോർണിംഗ് ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തായിരിക്കുമെന്ന് നോക്കുന്നേ. ഇനി നമ്മൾ നോക്കുന്നത് ഓറക്കിൾ ഡെക്ക് ആണ്. അതിൽ അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെയാണ് നോക്കുന്നത്. ഈ ഒരു രീതിയിൽ റീഡിങ് പോയാൽ മതിയോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതിൽ എങ്ങനെയെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പ്രശ്നമില്ല. ഒത്തിരി പേര് റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്ന് രാവിലെ റീഡിങ് വേണമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ പേർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വേണം, കുറേ പേർക്ക് ഈവനിങ് മതി എന്നൊക്കെ ഇട്ടിട്ടു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുകയാണ്. ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻചാൻറ്റഡ് വിസ്പർ എന്നുള്ളൊരു ഒറക്കിൾ ഡെക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയൂ. Sweet homes, stability, nature growth, control, unlock happiness, men's soul, soul searching. ഒരു കാർഡ് കൂടെ എടുക്കുകയാണ്. പെർഫെക്റ്റ് മൂവ്സ്. ഇന്ന് ഞാൻ ചെറിയൊരു റീഡിങ് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇന്ന് കുറച്ചധികം റീഡിങ്സ് ഉണ്ട്. അപ്പോൾ അധികം ലോങ് വീഡിയോ ചെയ്യുന്നില്ല. ഇതിൽ എന്താണോ കാണിക്കുന്നത് അത് കാര്യത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1-2 ദിവസത്തിനുള്ളിൽ എല്ലാം ഒന്ന് ടൈം കറക്റ്റ് ആവും. അത് ഒന്ന് ശരിയാക്കാനുണ്ട്. ടൈമൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഇപ്പോൾ രാവിലെ ഞാൻ വിചാരിക്കുന്നത് ഒരു 6 മണി 6:30ക്കുള്ളിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് ഇടാമെന്നാണ്. അതുപോലെ തന്നെ 8:30 സമയമുണ്ടല്ലോ, 8:30 AM, ആ ഒരു സമയത്ത് ഒത്തിരി പേർക്ക് റീഡിങ് ആവശ്യമുള്ളവരുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഈവനിങ് ഒരു 6 തൊട്ട് 6:30 7 മണിക്കുള്ളിൽ അടുത്ത വീഡിയോ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ പറയൂ, അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ടൈമാണ്. അപ്പോൾ ഓരോ കാർഡിൻ്റെയും മീനിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യത്തെ കാർഡ് കിട്ടിയത് കണ്ടോ, എൻചാൻറ്റഡ് വിസ്പർ എന്നുള്ളൊരു എനർജിയാണ്. ഇവിടെ ലിസൺ ടു യുവർ ഹാർട്ട് ആൻഡ് ടേക്ക് എ ചാൻസ് ഓൺ ലവ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ, ഈ റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് കൂടി കൊടുക്കാൻ പറയുകയാണ്, എടുക്കാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളും അവർ തമ്മിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ട്, നോക്കൗട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചാൻസ് കൊടുക്കാൻ പറയുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള വിഷമമൊക്കെ ഉണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒരു ചാൻസ് കൂടി കൊടുത്തൂടെ എന്നാണ്. വണ്ടർ ഡ്രീംസ് പ്രോമിസ് എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് തരാത്തൊരു കാര്യമാണ് പ്രോമിസ് എന്ന് പറയുന്ന കാര്യം. ഈ ബന്ധം നിലനിന്ന് പോകുമോ എന്നൊക്കെ നിങ്ങൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ടാവാം. അവിടെ അവർ നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടാവില്ല. ഇനി പ്രോമിസ് എന്നാണ് കാണിക്കുന്നത്, ഉറപ്പാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർക്കും നിങ്ങളെ പിരിയാൻ സാധിക്കുന്നില്ല എന്നുള്ള എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് സ്വീറ്റ് ഹോം എന്നാണ്. മേക്ക് എ ഗുഡ് ഹോം ലൈഫ് ഓർ സെറ്റിലിംഗ് ഡൗൺ എന്നാണ്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നല്ലൊരു ഹോം, ഒരു കുടുംബ ജീവിതത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളോടൊന്ന് സെറ്റിൽഡ് ആവാനാണ് പറയുന്നത്, സ്ഥിരതാമസാക്കാൻ. അതായത് ആദ്യമൊക്കെ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ്, ഉറപ്പുണ്ടായില്ല ഈ ബന്ധത്തിൽ എന്ന് പറയുന്നു. ആ ഉറപ്പിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. കമ്മിറ്റ്മെൻറ്റ്, മാരേജ്, ലാസ്റ്റിംഗ് ലവ് എന്നാണ്. അപ്പോൾ ഇതൊരു മാരേജിലേക്ക്, കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തും. നീണ്ട് നിവർന്നിങ്ങനെ കിടക്കുകയാണ്. അതായത് ലോങ് ടൈം ബന്ധത്തെ, റിലേഷൻഷിപ്പിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇനിയാണ് ജീവിതം തുടങ്ങാൻ പോകുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. സ്റ്റെബിലിറ്റി, ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട്. ബോട്ട് ഇളകാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഫൗണ്ടേഷൻ കൊണ്ടുവരാൻ പറയുകയാണ്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശരിയായില്ലെങ്കിൽ എന്തും ആയാലും ഇളകിപ്പോവും. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് പറയുന്നത്. ഇപ്പോൾ കല്ലടുക്കി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ, അത് കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടില്ല എങ്കിൽ നിലത്ത് വീണ് പോവാം, ചിന്നിച്ചിതറി പോവാം. ഇതാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പോയിസ്ഡ് കാം സ്റ്റഡി. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് സ്റ്റഡി ചെയ്യണേ. എന്താണ് ഇനി പോരായ്മകൾ തിരുത്തിക്കൊണ്ട് എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. നേച്ചർ ഗ്രോത്ത്. ഇവിടെ
അറ്റൻഡ് ടു യുവർ ബോണ്ട് വിത്ത് ലവ് ആൻഡ് പേഷ്യൻസ്. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ടാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ആദ്യം ഇല്ലാത്തൊരു കാര്യം. നിങ്ങളുടെ സ്നേഹബന്ധം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ യൂണിവേഴ്സ് പറയാണ്. അതുപോലെ തന്നെ ക്ഷമ വേണമെന്ന് പറയാണ്. ഒരു ബന്ധം നിലനിന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം എന്താണെന്നറിയോ? ക്ഷമയാണ്, മനസ്സിലാക്കപ്പെടുക എന്നാണ്. ആദ്യമൊക്കെ അതാണ് ഇല്ലാഞ്ഞത്, ഇനി അതാണ് വേണ്ടത്. മനസ്സിലാക്കി മുന്നോട്ട് പോകുക. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആരും എല്ലാം തികഞ്ഞവരല്ല. കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ആവശ്യം എന്താണ്? ട്രസ്റ്റാണ്. ഒരു ബന്ധത്തിൽ വിശ്വാസമാണ്, സപ്പോർട്ടാണ്. അതുപോലെ തന്നെ പ്ലേഫുൾ എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. അത് വേറൊരു കാർഡിലും ഞാൻ കണ്ടു. നമ്മൾ എൻജോയ് ചെയ്യേണ്ട നിമിഷത്തെ എൻജോയ് ചെയ്യുക. ഓക്കെ. അത് പിന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നൊരു കാര്യമല്ല. പാസ്റ്റിൽ നമ്മൾ ഉണ്ടായിട്ട് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട നിമിഷത്തെ യൂണിവേഴ്സിനെ കാണിച്ചു തരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് കൺട്രോൾ എന്നാണ്. ഇവിടെ കാണിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ബോത്ത് ആക്ഷൻസ് ആൻഡ് ഇമോഷൻസ്. ഇവിടെ ഇമോഷൻസിനും ആക്ഷനും പ്രവൃത്തിക്കും വികാരങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നാണ്. അത് നിങ്ങളുടെ പേഴ്സണാണ് ഏറ്റെടുക്കുന്നത്. ആദ്യമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. റെസ്പോൺസിബിലിറ്റി എടുക്കുക. അവർ വളരെ കൂളായിട്ട് നിന്നിട്ട് പെട്ടെന്ന് പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, ഒരു വ്യക്തിയാണ്. ഇവിടെ ഇനിയാണ് അവർ ഉത്തരവാദിത്തം എടുക്കാൻ പോകുന്നത്. ഈ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് അവരുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞു. ആദ്യമൊക്കെ നിങ്ങളുടെ ആവശ്യമായിട്ടായിരുന്നു. ഇന്ന് അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല. സപ്പോർട്ടിങ് അപ്പ്, സ്റ്റിയറിങ് എന്നാണ്. അപ്പോൾ ഇന്ന് എല്ലാ രീതിയിലും നിങ്ങളെ മനസ്സിലാക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ അൺലോക്ക് ഹാപ്പിനെസ് എന്ന് കിട്ടിയിട്ടുണ്ട്. ബി വൾണറബിൾ ആൻഡ് ഓപ്പൺ യുവർ സെൽഫ് ടു റിയൽ ലവ്. ദുർബലരാവരുത് പറയാണ്. ആ സ്നേഹത്തിനായിട്ടൊന്നും മനസ്സ് തുറക്കാൻ പറയില്ലേ, അതാണ് പറയുന്നേ. അപ്പോൾ നിങ്ങളിലും പോരായ്മകൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു എനർജി തന്നെയാണ്. തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളാണ് ഇനി ചാൻസ് കൊടുക്കേണ്ടത്. ആദ്യത്തെ കാർഡിലും കിട്ടിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ചാൻസ് കൊടുക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. ഫ്രീ, എക്സ്പോസ്ഡ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഇനി അവർ വരുന്നത് നിങ്ങളെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമ്മൾ ഒരു പ്രണയം, ഒരു റിലേഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് പോകണമെങ്കിൽ മനസ്സും തമ്മിൽ അറിയണം, ഉൾക്കൊള്ളണം. ആ ഒരു എനർജിയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മെൻ്റ് സോൾ എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ പറയുന്നത്. ലവ് വിത്ത് പർപ്പസ്, ഹീൽ വിത്ത് കമ്പാഷൻ. ലക്ഷ്യത്തോടെ സ്നേഹിക്കുവാനും അനുകമ്പയോട് കൂടിയിട്ട് ആ ഒരു സ്നേഹം നിലനിർത്തിപ്പോവാനാണ് പറയണേ. അപ്പോൾ ആ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കുക. ലക്ഷ്യം വേണം. ഒരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ലക്ഷ്യം വേണം. അതുപോലെ അനുകമ്പ വേണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതും എടുത്തിട്ടുമായുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പാസ്റ്റിൽ അനുകമ്പ വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. ഇനി ഹീലാക്കിക്കൊണ്ട് സ്നേഹത്തോടു കൂടി അവർ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. എംപത്തി, ഫോർഗീവ്, റിന്യൂ എന്നാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, ക്ഷമ ചോദിക്കണം. അവർക്കും നിങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വന്നിട്ടുള്ള തെറ്റുകളെ യൂണിവേഴ്സ് ഇവിടെ എടുത്തു കാണിക്കുകയാണ്, ചൂണ്ടി പറയുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, തെറ്റ് തിരുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് സോൾ സെർച്ചിങ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നീഡിങ് ടു വർക്ക് ഓൺ സം പേഴ്സണൽ ഇഷ്യൂസ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചെല്ലാൻ തയ്യാറാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് സോൾവ് ചെയ്യണം. നിങ്ങൾ അവരോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാവാം. അപ്പോൾ എനിക്ക് നിന്നെ ആവശ്യമാണ്, നമ്മൾ ഇത്ര നാൾ മാറി നിന്നു, പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇഷ്യൂസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് എനിക്കത് കുറച്ച് സമയം ആവശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. മോട്ടീവ്, പർപ്പസ്, സെൽഫ് എന്നാണ്. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവർ പെർഫെക്റ്റ് മൂവ്സ് എന്നുള്ള കാർഡാണ്. കീപ് ദ സ്പിരിറ്റ് ഓഫ് പ്ലേ ആൻഡ് ഫൺ അലൈവ് ടു ബി ക്ലോസർ. അപ്പോൾ നിങ്ങളും അവരും ഒരുമിച്ചുള്ള സമയത്ത് യൂണിവേഴ്സ് അവരെ കാണിച്ചു തരാണ്. ഇനി നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ അനിവാര്യമാണ്. ഒരുമിച്ചുള്ള പ്ലേസ്, നിങ്ങൾ ഒരുമിച്ച് സന്തോഷിച്ചിരുന്ന പങ്കിട്ടിരുന്ന നിമിഷങ്ങൾ, അതൊക്കെ ആവശ്യമാണെന്ന് പറയാണ്. ഇപ്പോൾ ബന്ധമെന്ന് പറയുന്നത് ഇത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് കയറി വരണമെങ്കിൽ, കൂടി ചേരണമെങ്കിൽ എന്ത് വേണം? പഴയ കാര്യങ്ങൾ മറന്നുകൊണ്ട്
നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നിങ്ങൾ ഒന്ന് അടുക്കാൻ ശ്രമിക്കുക. അതായത് യാത്രകൾ ആവശ്യമാണെങ്കിൽ യാത്ര ചെയ്യുക. നിങ്ങൾക്ക് മാത്രമായിട്ടൊരു സ്പേസ് ആവശ്യമാണെങ്കിൽ ആ സ്പേസിലേക്ക് എത്തുക. എന്നിട്ട് നിങ്ങൾ മാത്രമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുക. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞുകൊണ്ട് സോൾവ് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം മുൻപോട്ട് എങ്ങനെ പോവാം, എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം, എന്തൊക്കെയാണ് പാസ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പറയുകയാണ്. നമുക്ക് ഒറക്കിൾ ഡെക്ക് എടുത്തു. ടാരോ കാർഡ് എടുക്കണോ? 2 കാർഡ് എടുക്കണോ? 2 കാർഡ് എടുക്കാം. കറക്റ്റ് 2 കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ മൂണിൻ്റെ എനർജി വന്നിട്ട് മജീഷ്യൻ റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ മൂണിൻ്റെ എനർജി എന്ന് പറയുമ്പോഴേ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ്. മൂൺ അഫർമേഷൻ ചെയ്യുക ആദ്യം തന്നെ. അതുപോലെ തന്നെ ഒരു ഇല്യൂഷനിൽ പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു നിങ്ങൾക്കും അവർക്കും ഇടയിൽ. ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇല്യൂഷനിൽ നിന്നും അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തു തുടങ്ങി. അവരുടെ തീരുമാനങ്ങൾക്ക് വാല്യൂ കൊടുത്തു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുള്ളത്, ശരിയായ ദിശ എന്തെന്ന് മനസ്സിലായിട്ടുള്ളത്. ആദ്യം ഇല്ലാത്തൊരു കാര്യമാണ്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പോൾ ചേഞ്ച് വന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് മജീഷ്യൻ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായില്ല. ആ ഒരു എനർജിയിലായിരുന്നു നിങ്ങൾ നിന്നിരുന്നേ. നിങ്ങളുടെ ടാലൻറ്റ് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ട ഒരു സാഹചര്യം പോലും വന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് പേരുടെ കളിയാക്കലുകളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. മാനിപ്പുലേഷനാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. വ്യക്തികളുടെ എനർജി ഉണ്ട്. വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് സെൽഫിഷ്നെസ് എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. ആ ഒരു കാര്യം നോക്കിയിട്ട് അവനവൻ്റെ കാര്യം നോക്കിയിട്ട് പോയിട്ടുള്ള എനർജി, അതുമൂലം നിങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള വേദനകൾ അത് യൂണിവേഴ്സ് വരെ കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ബ്ലോക്ക് എനർജി വന്നിട്ടുള്ളത്. ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു മാറ്റമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള കാര്യമാണ്. ആരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, ആരൊക്കെ നിങ്ങളുടെ കൂടെയില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ എത്തിച്ചു എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് നിങ്ങളിലേക്ക് ഒരു മാറ്റമായിട്ട് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ശരികളെ ഫോളോ ചെയ്യുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെയാണ് തീരുമാനം, നിങ്ങളുടെയാണ് ജീവിതം. ഞാനൊരു ഗൈഡ് മാത്രമാണ്. നിങ്ങൾക്ക് കാർഡ്സിലൂടെ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇതിലെ ശരിയായ വശങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാം. നെഗറ്റീവായിട്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാർഡ്സ് കാണിച്ചു തരുന്നു, ഞാൻ പറയുന്നു. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ റീഡിങ് നിർത്തുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പുതുമയോട് കൂടി റീഡിങ്ങുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം. അതിൻ്റെ കുറച്ച് ടൈം എനിക്ക് ആവശ്യമാണ്. കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് അനുയോജ്യമായിട്ടുള്ള റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ റീഡിങ് നിർത്തുകയാണ്. റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും എല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.